അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം, എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മകൻ ശ്രീ ടിയും, രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ്. സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൽ പ്രമുഖമായിട്ടുള്ളത്, ഇപ്പം നമുക്കറിയാം, ഇവിടെ CMRൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം CMRലെ അക്കൗണ്ട് എന്നാണോ എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം, SNC ലാവലിൻ, നമുക്കെല്ലാം അറിയാം, 1999 മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC. ഈ കമ്പനിയിൽ നിന്നും വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന ചർച്ചാ വിഷയം. വീണ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ദുബായിലും അബുദാബിയിലുമുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് SNC ലാവലിൻ, പ്രൈസ് വാട്ടർ കൂപ്പർ എന്നീ കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് നിക്ഷേപങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും പിന്നീട് ഇവ അമേരിക്കയിലുള്ള മറ്റു ബാങ്കുകളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന വിവാദമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ BJPയിലെത്തിയ PC ജോർജും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജുമാണ് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് വീണ വിജയനെയും വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയെയും കുറിച്ച് നടത്തിയത്. വൻ സാമ്പത്തിക ക്രമക്കേടുകളാണ്, അതായത് കോടികളുടെ കുംഭകോണമാണ് വീണ വിജയൻ നടത്തിയിരിക്കുന്നത് എന്നാണ് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. ദുബായിലെയും അബുദാബിയിലെയും വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആരാണ് പാർട്ണർ ആയിരുന്നത്, ജോയിന്റ് അക്കൗണ്ടുകളായിരുന്നു. ഇതിൽ പാർട്ണർ ആയിരുന്ന ആളുടെ പേര് വരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇതാണ് പിണറായി വിജയനെയും വീണ വിജയനെയും CPMനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് വീണ വിജയന്റെ പങ്കാളിയുടെ പേര് വരെ, ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ള വീണ വിജയന്റെ പാർട്ണറുടെ പേര് വരെ പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്, തെളിവുകൾ നിരത്തി സംസാരിച്ചത്. പിണറായി വിജയനെയും CPMനെയും വീണ വിജയനെയും മുഹമ്മദ് റിയാസിനെയും ബന്ധപ്പെട്ട ആളുകളെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു ഷോൺ ജോർജിന്റെ ഈ വെളിപ്പെടുത്തലുകൾ. CPMുമായി വളരെ അടുത്ത ബന്ധമുള്ള CPMലെ ഒരു ഉന്നതന്റെ കുടുംബമാണ് ഷോൺ ജോർജിന് ഇത്തരത്തിൽ രേഖകൾ ലഭ്യമാക്കുവാൻ വേണ്ടി നിലകൊണ്ടത് എന്നുള്ളതും പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ഞെട്ടിക്കുന്നു, അമ്പരപ്പിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇത്ര വസ്തുനിഷ്ഠമായി കാര്യങ്ങളെല്ലാം ഷോൺ ജോർജിന് പുറത്തു കൊണ്ടുവരാനായത് CPMലെ ഉന്നതനായ ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നു തന്നെയുള്ള ഒത്താശ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ CPMനുള്ളിൽ പരക്കെ ഉയരുന്ന ആക്ഷേപം. എന്തായാലും CPMനകത്ത് നിന്ന് തന്നെ പിണറായി വിജയന്റെ കുടുംബത്തോട് ഒരു പക തീർക്കൽ ഉണ്ടാകും. അത് ഇത്തരത്തിലായിരിക്കും എന്നുള്ളതിന്റെ സൂചനകൾ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എങ്കിലും അത് ഈ വിധം ഷോൺ ജോർജിലൂടെ പരസ്യമായി ഒരു മാധ്യമ സമ്മേളനത്തിലേക്ക് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിച്ചേരും എന്ന് പിണറായി വിജയൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ അടിമുടി മറിയുകയാണ്.
SNC ലാവലിൻ, പ്രൈസ് വാട്ടർ കൂപ്പർ എന്നീ കമ്പനികളിൽ നിന്ന് എത്ര രൂപ ഏത് സമയത്തൊക്കെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അബുദാബി, ദുബായ് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടെന്നും അത് എപ്പോഴാണ് അമേരിക്കയിലുള്ള ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുള്ളതും എന്നുള്ള വിവരങ്ങളെല്ലാം രേഖകൾ സഹിതമാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വ്യക്തമാക്കിയത്. എന്തായാലും ഇതിനെ ഇനി ഏത് രീതിയിൽ പ്രതിരോധിക്കേണ്ടു എന്നുള്ള വിഷമസന്ധിയിൽ തന്നെയാണ് CPM-ഉം പിണറായി വിജയനും പിണറായി വിജയനോട് അനുബന്ധമായ ആളുകളും ഇപ്പോൾ തലപുകഞ്ഞാലോചിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇനി ഈ വിഷയത്തിൽ നിന്ന് വീണ വിജയനെ ഊർത്തിക്കൊണ്ടുപോരുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുവാൻ കേരളത്തിലെ സൈബർ സഖാക്കളും CPM-ന്റെ അണികളും ഒത്തിരി വീർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സമയം വരെ CPM-ന്റെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ അല്ലെങ്കിൽ സൈബർ സഖാക്കൾ ആരും തന്നെ വീണ വിജയന്റെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. CMRL-ഉം എക്സാലോജിക്കലും തമ്മിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഇപ്പോൾ വീണ വിജയന്റെ വിദേശങ്ങളിലുള്ള അക്കൗണ്ടുകളെ കുറിച്ചും സസൂക്ഷ്മമായ നിരീക്ഷണം നടത്തണം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നത്. മുൻപ് കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തിൽ അവതരിപ്പിച്ച മസാല ബോണ്ട് എന്ന ഇടപാടിലും വിദേശ കമ്പനികൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപവുമായി വീണ വിജയന്റെ കമ്പനിയിലേക്ക് നിക്ഷേപം കൊടുത്ത ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുകൂടിയുള്ള വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കണം എന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇപ്പോൾ ഷോൺ ജോർജും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അടിമുടി മാറുകയാണ്. പിണറായി വിജയൻ ഇനി ഏത് വിധത്തിലാണ് ഇത്തരം ആരോപണങ്ങളെ അഭിമുഖീകരിക്കുക? ഷോൺ ജോർജിന് ഈ വിധത്തിൽ ആരാണ് CPM-നകത്ത് നിന്ന് ആരാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ അതീവ നിഗൂഢമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് എന്നുള്ള ഒരു അങ്കലാപ്പിൽ തന്നെയാണ് പിണറായി കുടുംബം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? പിണറായി വിജയൻ സർക്കാർ ഇനി അധിക ദൂരം മുന്നോട്ട് പോകുമോ? വീണ വിജയനും പിണറായി വിജയനും അന്വേഷണത്തിനൊടുവിൽ ജയിൽ വഴിക്കുള്ളിലാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും കേരളം അതീവ ഉത്സുകതയോടുകൂടി ഇക്കാര്യം തിരിച്ചറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നറിയാൻ ഓരോ മലയാളിയും കാത്തിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം വിവരങ്ങൾ സത്യം പുറത്തു വരും എന്ന് തന്നെ ഏവരും കാത്തിരിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഈ വിഷയത്തിൽ ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം, എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മകൾ ശ്രീ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് M ആണ്. സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൽ പ്രമുഖമായിട്ടുള്ളത്, ഇപ്പം നമുക്കറിയാം, ഇവിടെ CMR-ൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം CMR-ലെ അക്കൗണ്ടിൽ നിന്നാണോ എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം, SNC ലാവലിൻ, നമുക്കെല്ലാം അറിയാം, 1999 മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC. ഈ കമ്പനിയിൽ നിന്നും വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പിയാണിത്. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത്.
അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ആയി ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതിയും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റ് ചെന്നൈ അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ്. ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ IASുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ കമ്പനിയായി ബന്ധപ്പെട്ട കരാറ് 2018 ഡിസംബർ 1 പെട്ടിട്ടുള്ളത്. ആ കരാറ് പിന്നീട് 2020 നവംബർ 30 എടുത്ത് പരിശോധിക്കേണ്ട 2018 ഡിസംബർ 1 2020 നവംബർ 30 ഈ കരാർ അവസാനിക്കുന്നത്. അതായത് ഈ വിവാദമുണ്ടായതിൻ്റെ പേരിൽ കരാർ അവസാനിക്കുന്നു. 2018 ഡിസംബർ 1 2020 നവംബർ 30 ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം. സ്വപ്ന സുരേഷിന് ആ ഒരൊറ്റ എഗ്രിമെൻ്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRൻ്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത്. ഈ പണം എവിടുന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം 17 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് എൻ്റെ പരാതിയിൽ കമ്പനീസ് ആക്ട് സെക്ഷൻ 212 14A അനുസരിച്ച് ഈ പണം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെക്കുറിച്ചും ഈ അക്കൗണ്ടിനെ കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു വിഷയം, ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം. ദ ബ്ലാക്ക് മണി അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 പ്രകാരം ചാപ്റ്റർ 6 ചാപ്റ്റർ 5 സെക്ഷൻ 41, 42, 43 അനുസരിച്ച് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾ 31E ഓഫ് ദ റൂൾ. അപ്പോൾ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2015 അനുസരിച്ച് സെക്ഷൻ 41, 42, 43 അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ്. അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന, എനിക്ക് ബോധ്യമുള്ള, നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം. ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കും എന്ന് കരുതരുത്. 2, ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ കാര്യം, SNC ലാവലിൻ്റെ വിഷയത്തെ 99 മുതലുള്ള ലാവലിനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കേണ്ടിയിട്ടുണ്ട്. 6% പലിശയ്ക്ക് ലോകത്തെമ്പാടും 6% പലിശ കിട്ടുന്നിടത്ത് 9.25% പലിശ കൊടുത്ത് ബോണ്ടുകൾ, അതായത് SLC ലാവലിൻ്റെ സബ്സിഡറി കമ്പനിയുടെ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ബോണ്ടുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് 9.14% പലിശയാണ്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ വിനയത്തോടു കൂടി പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ഇടപാടുകൾ
അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും കമ്മീഷനും മാസപ്പടിയും ഉണ്ടായിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.